എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഭജഗോവിന്ദം 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 ഗോവിന്ദം ഭജമൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതേ രുഗിങ്കരണേ. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ. ഭജഗോവിന്ദത്തിലെ ശ്ലോകം 25. ശത്രോ മിത്രേ പുത്രേ ബന്ധോ മാ ഗുരുയത്നം വിഗ്രഹസന്ധോ സർവസ്മിന്നപി പശ്യാത്മാനം സർവത്രോത്സൃജഭേദജ്ഞാനം. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ. ശത്രോ മിത്രേ പുത്രേ ബന്ധോ. ശത്രുവിൻ്റെയോ മിത്രത്തിൻ്റെയോ പുത്രൻ്റെയോ ബന്ധുവിൻ്റെയോ നേരെ വിഗ്രഹസന്ധോ യത്നം മാ ഗുരു. സൗഹൃദത്തിനോ വിദ്വേഷത്തിനോ യത്നിക്കേണ്ട. സർവസ്മിന്നപി ആത്മാനം പശ്യ. എല്ലാവരിലും എല്ലാറ്റിലും ആത്മാവിനെ കാണൂ. സർവത്ര ഭേദാജ്ഞാനം ഉത്സൃജ. അജ്ഞാനജന്യമായ ഭേദപ്രതീതി തീരെ അകറ്റൂ. ആരും അവനവനെ വെറുക്കാറില്ല. ദേഹത്തിലൊരു ഭാഗം പഴുത്ത് വ്രണമായി എന്നിരിക്കട്ടെ, അത് മുറിച്ച് നീക്കം ചെയ്യാൻ ഡോക്ടർ ഉപദേശിച്ചാലും അങ്ങനെ ചെയ്യാൻ നമുക്കിഷ്ടമല്ല. കാലിലെ വ്രണം അസഹ്യമായ വേദന തരുന്നു. എങ്കിലും കാല് എൻ്റേത് തന്നെയാകയാൽ അതിൽ ഞാൻ വ്യാപരിച്ചിരിക്കയാൽ എനിക്കതിനോട് ശത്രുതയില്ല. മറിച്ച് മറ്റൊരാൾ എൻ്റെ മനസ്സിനെ അല്പമെങ്കിലും വിഷമിപ്പിക്കുന്നെങ്കിൽ, സ്വന്തം സഹോദരനാണെങ്കിൽ പോലും ഞാൻ അയാളെ വെറുക്കും. അയാളെ മാത്രമാണോ? അയാളുടെ ഭാര്യയെയും കുട്ടികളെയും കൂടി. അതായത് എന്നിൽ നിന്ന് അന്യമായ ഒന്നിനെ മാത്രമേ എനിക്ക് വെറുക്കുവാനാവൂ എന്നർത്ഥം. ഒരേ ഒരു പരമ്പൊരുളിൽ നിന്ന് ഉരുത്തിരിഞ്ഞുണ്ടായതാണ് സമസ്ത ജഗത്തുമെന്നിരിക്കെ ഇവിടെ ആരും അന്യരല്ല. ആ നിലയ്ക്ക് ആരാരെ വെറുക്കാൻ, ആരെ സ്നേഹിക്കാൻ, തള്ളാനോ കൊള്ളാനോ അന്യവസ്തുക്കളില്ല. അതുകൊണ്ട് തന്നെ രാഗത്തിനോ ദ്വേഷത്തിനോ അവകാശമില്ല. ഞാനടക്കം ഈ വിശ്വം മുഴുവനും പരമാത്മാവിൻ്റെ വിജൃംഭണം മാത്രം. ഈ രഹസ്യം അറിഞ്ഞ് വിശ്വത്തിൻ്റെ സ്വതയുള്ള പ്രശാന്തിയെ വഞ്ചിക്കാതിരിക്കാൻ ഗുരു ശിഷ്യനെ ഉപദേശിക്കുന്നു. ശത്രുവോ മിത്രമോ പിത്രനോ ബന്ധുവോ ആരുമാകട്ടെ, ഒരാളുടെയും നേരെ കലഹത്തിനോ ലോഹ്യത്തിനോ ചാടിപ്പുറപ്പെടേണ്ട. പിന്നെ ജീവിതത്തിന് എന്താർത്ഥം? നമ്മുടെ സ്നേഹവികാരങ്ങൾ എങ്ങോട്ട് തിരിച്ചുവിടണം? മനോവീര്യം എങ്ങനെ വിനിയോഗിക്കണം എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥം. നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ സമ്പൂർണത അനുഭവിക്കണമെങ്കിൽ, പരമപ്രശാന്തിയുടെ ദിവ്യ സംഗീതം കേൾക്കണമെങ്കിൽ, ജീവജഗത്തുക്കളുടെ സത്തയെന്തെന്നറിയണമെങ്കിൽ, വൈവിധ്യമാർന്ന വിലസുന്ന പ്രപഞ്ച ഘടകങ്ങളെയെല്ലാം ഒരു മനോഹരഹാരമെന്നോണം ഒന്നായി കോർത്തിണക്കി നിർത്തുന്ന ഏകനായ പരമാത്മാവിനെ കാണാൻ ശ്രമിക്കൂ. അശാന്തി ജഡിലമല്ല, പ്രശാന്ത സുന്ദരമാണീ പ്രപഞ്ചം. ഇവിടെ ഒന്നേയുള്ളൂ, രണ്ടില്ല. നാം എല്ലാവരും ആ ഒന്നിൻ്റെ തന്നെ സ്വരണങ്ങളാകയാൽ അഭേദ്യമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നാം ആരും അന്യരല്ല. ഭേദബുദ്ധി വെച്ച് പുലർത്തുന്നത് ഏകനായ പരമാത്മാവിനെ അവഹേളിക്കലാവും. വെറുപ്പും വിദ്വേഷവും സ്വാർത്ഥവും കൈമുതലായി സങ്കുചിത ചിന്താഗതിയോടെ ജീവിക്കുന്ന സ്നേഹശൂന്യനായ മനുഷ്യന് മനഃപ്രസാദമുണ്ടാവാൻ വയ്യ. വികസിക്കൂ. അതാ കൃഷ്ണൻ്റെ ഓടക്കുഴൽ കേൾക്കുന്നില്ലേ? കൃഷ്ണൻ നമ്മെ വിളിക്കുകയാണ്. നമുക്ക് ആ ഗോപാലന് ചുറ്റും ജീവിത നൃത്തമാടാം. നാം എല്ലാം ഗോപികൾ, ആരും അന്യരല്ല. നടുവിൽ നിൽക്കുന്ന കൃഷ്ണന് ചുറ്റും ഗോപികൾ നൃത്തം വയ്ക്കുന്നു. ഗോപികൾക്കിടയിലൂടെ നോക്കിയാൽ അവരുടെ ചേതനയായ ശ്രീകൃഷ്ണനെ, പരമാത്മാവിനെ കാണാം. സർവത്ര ആത്മാവിനെ കാണൂ. വ്യാമോഹം കൊണ്ട് വന്നു ചേർന്ന ഭേദബുദ്ധി വെടിയൂ.
പരമാത്മാവിനെ കാണാനുള്ള ഉൾക്കാഴ്ച സമ്പാദിക്കൂ. ഇഷ്ടാനിഷ്ട വിഭ്രാന്തികളുടെ അരങ്ങായ ഈ വിചിത്ര പ്രപഞ്ചവും ഇതിലെ സർവ്വജീവികളും ഒരേ ഒരു പരമ്പൊരുളിൻ്റെ ബഹിസ്ഫുരണം തന്നെയാണെന്ന് കണ്ടറിയൂ. സംഗീതം ഏതു ഭാഷയിലായാലും രാഗമറിയുന്നവൻ അത് ആസ്വദിക്കും. അതിലെ പദങ്ങൾ അറിയണമെന്നില്ല. പദങ്ങൾ പലതാണെങ്കിലും സംഗീതത്തിൻ്റെ മാധുര്യം നമുക്ക് നുകരാം. അതുപോലെ നമ്മുടെ ശരീരമനോബുദ്ധികൾ പലതാവാം. ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ നമ്മുടെ അനുഭവങ്ങൾ അത്യന്തം ജുഗുപ്സാവഹങ്ങളുമാവാം. എങ്കിലും അവയ്ക്കെല്ലാം ഉള്ളിൽ ശരീരത്തിൻ്റെയും അതിൻ്റെ കുൽസിത കാമകേളികളുടെയും പിറകിൽ മനസ്സിൻ്റെയും അതിൻ്റെ നികൃഷ്ട വികാരങ്ങളുടെയും മടിയിൽ ബുദ്ധിയുടെയും അതിൻ്റെ നീചവിചാരങ്ങളുടെയും ഉള്ളിൽ മാലയിൽ നൂലെന്ന പോലെ പരമ്പൊരുൾ അനുസ്യൂതമായി വർത്തിക്കുന്നു. പ്രസ്തുത പരമാത്മാവുമായി കൂടിച്ചേരൂ. അങ്ങനെ ഞാൻ, നീ, അവൻ എന്നീ പ്രകാരമുള്ള ഭേദകൽപ്പനകൾ വെടിയൂ. ശരീരാദിപാധികളിലെ വ്യത്യാസമുള്ളൂ. നമ്മുടെ എല്ലാം സത്ത ചൈതന്യം ഒന്നു തന്നെ. നിന്റെ ബന്ധുവും ശത്രുവും നീ തന്നെ. ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രുപുരാത്മന. ഗീതയിൽ 6-ാം അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകം എന്ന ഗീതാവചനം നോക്കുക. നമ്മെ ദുഃഖിപ്പിക്കാൻ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾക്ക് വാസ്തവത്തിൽ കഴിവില്ല. പക്ഷേ നാം അവയെ തെറ്റായി വിലയിരുത്തി അവയ്ക്കില്ലാത്ത പ്രാധാന്യം കൽപ്പിക്കുകയും നമ്മുടെ ഉള്ളിൽ വരാൻ അവയെ അനുവദിക്കുകയും സ്വയം അവയ്ക്ക് അടിമയായി തീരുകയും അങ്ങനെ അവയുടെ പീഡനങ്ങൾക്ക് ഇരയായി ഭവിക്കുകയും ചെയ്യുന്നു. നാം മറ്റുള്ളവരെ വെറുക്കുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് കിട്ടുക വെറുപ്പായിരിക്കും. സ്നേഹമാണ് നമ്മിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതെന്നിരിക്കട്ടെ, അതേ അളവിലും മട്ടിലും സ്നേഹം തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന വിളിയാണ് ലോകത്തിൽ നാം മുഴങ്ങിക്കേൾക്കുന്നത്. കൊടുക്കുന്നത് തിരിച്ചു കിട്ടുന്നു. നമ്മുടെ ഉള്ളിൻ്റെ നിറം മറ്റുള്ളവരുടെ മുഖത്ത് നാം നിഴലിച്ചു കാണുന്നു. അത്ര തന്നെ. സർവ്വരൂപങ്ങളിലും ഏകനായ പരമാത്മാവിനെ കാണുക എന്നതിന് ലോകത്തെക്കുറിച്ച് ഒരു നിവവീക്ഷണം. അങ്ങനെ സ്വന്തം സാഹചര്യത്തിൻ്റെ സ്വഭാവം തന്നെ മാറ്റുക എന്നർത്ഥം. ഈ ആശയത്തെ കഠോപനിഷത്ത് വളരെ ഭംഗിയായി വിവരിക്കുന്നത് നോക്കുക. ഒരേ അഗ്നി തന്നെ പല തിരികളിലൂടെയും പല നാളങ്ങളായി കാണപ്പെടുന്നത് പോലെ ഒരേ പരമാത്മാവ് തന്നെ പല ശരീരങ്ങളിലൂടെയും പലതരം വ്യക്തികളായി പ്രതിഭാസിക്കുന്നു. ഇങ്ങനെ പലതായി വിലസുന്ന ഏകനായ ഈശ്വരനെ സർവത്ര ദർശിക്കുന്ന ജ്ഞാനി പിന്നെ ആരെയും ഒരിക്കലും വെറുക്കില്ല. തതോന വിജുഗുസ്തേ എന്ന ഈശാവാസ്യോപനിഷത് വാക്യവും ഇതേ ആശയം തന്നെയാണ് വ്യക്തമാക്കുന്നത്. മറ്റൊരാളുമായോ സാഹചര്യവുമായോ ഒത്തൊരുമയോടോ കഴിയാൻ വയ്യെന്ന് വരുമ്പോൾ ഉള്ളിലുണ്ടാവുന്ന ഒരു വിഷാദമാണ് ജുഗുപ്സ അഥവാ വെറുപ്പ്. എല്ലാവരും എല്ലായിടത്തും എന്നെ അഥവാ ആത്മാവിനെ തന്നെ കാണാൻ കഴിയുന്ന അവസ്ഥയിൽ പ്രസ്തുത വൈഷമ്യം എനിക്കുണ്ടാവില്ല. സ്വന്തം കുഞ്ഞിനെ വെറുക്കാൻ അമ്മയ്ക്ക് കഴിയാത്തതുപോലെ, കാരണം തൻ്റെ തന്നെ അംശമായിട്ടേ അമ്മ കുഞ്ഞിനെ കാണുകയുള്ളൂ. സമ്യക് ദർശനാനുഭൂതിയെ തന്നെ ഈശാവാസ്യോപനിഷത്ത് ഇനിയും പ്രശംസിക്കുന്നത് നോക്കുക. എല്ലാം ഒന്നെന്ന് കാണുന്നവന് മോഹമോ ശോകമോ ഉണ്ടാവുന്നതെങ്ങനെ? തത്രകോ മോഹക ശോക ഏകത്വമനുപശ്യതഃ. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണം.